ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ബീഡിങ് ഇതുപോലെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതെൻ്റെ വണ്ടിയുടെ പുറകിലുള്ള പ്രൊട്ടക്റ്റീവ് ബീഡിങ് ആയിരുന്നു. അത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡബിൾ സൈഡ് ടൈപ്പിൻ്റെ കോട്ടിംഗ് എല്ലാം പോയി ഇതുപോലെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇത് നിങ്ങൾക്ക് തന്നെ ഒട്ടിക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ഇവിടെയുണ്ട്. ഇത് WD-40 ഒരുമാതിരി എല്ലാ ഹാർഡ്വെയർ സ്റ്റോറിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പശ ഇതുണ്ട്. ഇപ്പോൾ ഞാൻ കുറേ ഈ പീസായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ ഇത് വന്നപ്പം ഉണ്ടായിരുന്ന ടൈപ്പ് ഇതുപോലത്തെ ഡബിൾ സൈഡ് ടൈപ്പ്. ഇത് കൈകൊണ്ട് പൊളിച്ച് കളയുന്ന അത്രയാണ് ഈ പൊളിച്ചിട്ടേക്കുന്നത്. ബാക്കി ഇത് എപ്പോഴും കുറച്ച് പറ്റി പിടിച്ചിരിപ്പുണ്ട്. ഇതൊക്കെ ഇനി പോകണമെങ്കിൽ ഡബിൾ സൈഡ് ഇത് WD-40 ഉപയോഗിച്ച് നമുക്കിത് കളയാൻ പറ്റും. പിന്നെ ശകലം കോട്ടൺ വേസ്റ്റ്. ഇത് കണ്ടോ, നമ്മളിത് പൊളിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉള്ളിലിരിക്കുക, മുഴുവൻ ചെളിയൊക്കെ ആയിട്ട്. ഈ സൈഡും ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും. ഇതുണ്ടോ. അപ്പോൾ നമ്മളിത് നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഈ WD-40 അടിക്കുന്നതിന് മുമ്പായിട്ട്, ഈ പശ കളയാൻ വേണ്ടി WD-40 അടിക്കുന്നതിന് മുമ്പായിട്ട് ഈ നനഞ്ഞ കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഇത് ക്ലീൻ ചെയ്യുക. ഈ രണ്ട് സൈഡും, ഈ സൈഡും ക്ലീൻ ചെയ്യുക, ഈ സൈഡും ക്ലീൻ ചെയ്യുക. അതിന് വേണ്ടി ഷെയർ ചെയ്ത് പിന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഡബിൾ സൈഡ് ടൈപ്പ് കിട്ടുന്ന ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കടയിൽ കൂടെ കിട്ടുന്ന സാധനം. വെള്ള കളറിലിരിക്കുന്ന നോർമൽ ഇത് കട്ടി കൂടിയത്. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തായാലും ഇത് ഒട്ടിക്കാൻ പറ്റത്തില്ല. ഇത് ഒട്ടിക്കാൻ വേണ്ടി 3Mൻ്റെ ഒരു കൂടിയ ടൈപ്പ് ഇത് വയ്ക്കുകയാണ് ഞാനിവിടെ. അത് വണ്ടിയിൽ ഉരയ്ക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കല്ലൊന്നും അവിടെ മുകളിൽ വെച്ചത്. 3Mൻ്റെ അറ്റാച്ച്മെൻറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഈ സാധനം. ഇത് വാഹനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉള്ളതാണ്. അതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിക്കാം. കണ്ടോ, ഇതിന് ഏകദേശം 142 രൂപ. 142 ഇതിന് വിലയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഞാൻ ഇതൊന്ന് ഓൾറെഡി കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, കൈകൊണ്ട് പറ്റുന്നത്ര ഞാൻ ചിരണ്ടി കളഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഉണങ്ങണം. ഇത് ഫുള്ള് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് WD-40 അടിക്കുന്നുണ്ട്. നല്ലപോലെ ഞാനിന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഈ സൈഡ് ഫുള്ള്. അതുപോലെ ഇനി നമ്മൾ ഇതൊന്നും ഇപ്പം നനഞ്ഞ തുണി കൊണ്ട് തുടച്ചാണല്ലോ ഈ സൈഡ്. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്കിവിടെ WD-40 അടിക്കാം. ഇതൊക്കെ നമുക്ക് അന്നേരം ക്ലീനായിട്ട് ഫുള്ളായിട്ട് പറഞ്ഞു പോകും. അപ്പോൾ ഈ രണ്ട് സൈഡും നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് WD-40 യൂസ് ചെയ്ത് ഇത് ഏകദേശം ഈ ഒരു സിലിണ്ടറിന് ഇത് 170 ഗ്രാമിൻ്റെ സിലിണ്ടറാണ്. ഇതിന് ഏകദേശം ഒരു 205 രൂപ വിലയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നമുക്കിത് അടിക്കാം. കറക്റ്റായിട്ട് ആ പശ ഒന്ന് പോകാനായിട്ട്. ഇത്രയും മതി. എല്ലായിടത്തും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്ന് അടിച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഇതൊന്ന് ഇതിലേക്ക് ഇറങ്ങി ഈ പശ നമുക്ക് ക്ലീനായിട്ട് വിട്ടു പോകുള്ളൂ. ഇവിടെ ഇങ്ങനെ കുറച്ചടിക്കാം. ഓക്കെ. അതിനുശേഷം നമുക്ക് ഈ കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊളിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇത് നേരത്തെ ഇത്തിരി പാടായിരുന്നു പൊളിക്കാനായിട്ട്. ഇപ്പോൾ ശകലം WD-40 അടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഈസി ആയിട്ട് പൊളിഞ്ഞു പോരുന്നുണ്ട്. ക്ലീനായിട്ട് തന്നെ ഇതിന് പോരുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ WD-40 കുറച്ചങ്ങ് അടിച്ചത്. അപ്പോൾ ഇതുപോലെ WD-40 അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഒറ്റയടിക്ക് പൊളിക്കാൻ പറ്റാത്തത് നമുക്ക് ക്ലീനായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പം ഞാനിതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഫുള്ളൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ നിങ്ങളിത്
കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇന്നലെ കണ്ടായിരുന്നല്ലോ ഇവിടെ എങ്ങനെയാണ് ഇരുന്നതെന്നുള്ളത്. ഇപ്പോൾ WD-40 അടിച്ചതിന് ശേഷം എന്താ നല്ല നീറ്റായിട്ട് എല്ലാം അത് ക്ലീനായിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ സാധനം നമ്മുടെ ഇന്നലത്തെ അറ്റാച്ച്മെൻറ്റ് ടൈപ്പ് 3M-ൻ്റെ ഞാൻ ഈ ബീഡിങ്ങിലാണ് അത് ഒട്ടിക്കാൻ പോകുന്നത്. ബീഡിങ്ങിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ സെൻറ്ററിൽ ഒരെണ്ണം ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുക്കാൻ പോകാം. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാനത് ഇവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്, ഈ ബീഡിങ് ഇവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അത്ര എളുപ്പമുള്ള പണിയല്ല ഇതിൽ ഒട്ടിക്കുന്നത്. അതുകൊണ്ട് ഞാനത് മാറ്റിയതാ ഇവിടെ ഞാനത് ഫുൾ കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊളിച്ചിട്ട് നമുക്കിത് വലിച്ചങ്ങ് ഒട്ടിക്കാം. അപ്പോൾ ഇതാ പറഞ്ഞു നടന്ന നമ്മുടെ ബീഡിങ് ആയിരുന്നു. അപ്പോൾ ഇതേ ഫുൾ സെറ്റ്. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് എന്താ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ ബീഡിങ് സ്വന്തമായിട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പം see you guys.